നമസ്കാരം. മീഡിയേറ്റർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ മാറി തിരുവാണിയൂർ ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന 5 സെന്റിൽ പണി തീർത്തിരിക്കുന്ന 1700 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുന്നിലാണ്. ഈ വീട് ഓണർ വിദേശത്തായതിനാൽ ഉടനെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഈ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുമായി വീടിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മോനെ. നമസ്കാരം. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞത്? 1710. എത്ര ബെഡ്റൂം? 4 ബെഡ്റൂം. അതിൽ ഒരെണ്ണം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, ബാക്കി 3 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറിയാലോ. ആൾതാമസം ഇല്ലാത്തതിന് അപ്പൊ അല്പം ചില പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വല്ല മാസത്തിൽ 1-2 പ്രാവശ്യം താമസം. ഇതാണ് നമ്മുടെ ഹോള്. ഇതെല്ലാം ഫർണിച്ചറിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഫർണിച്ചർ അടക്കം ചെയ്തേക്കാന്ന് വെച്ചായിരുന്നു, കൊടുത്തേക്കാന്ന് വെച്ചാൽ. അപ്പൊ ഫർണിച്ചറോട് കൂടിയാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. തേക്ക, ഈട്ടി, വീൽസ്, അങ്ങനെ എല്ലാം കോസ്റ്റ്ലി സാധനങ്ങൾ ഇട്ട് ചെയ്തേക്കാണ്. ഫർണിച്ചറും മറ്റുള്ള ഈ ഡോറും എല്ലാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ കിച്ചൺ വർക്ക് എല്ലാം കൂടിയാ. ഓക്കെ. ഇത് ഡൈനിങ് റൂം, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കിച്ചൺ. ഓക്കെ. ആൾതാമസം ഇല്ലാത്തതിന്റെ ഒരു മുഷിപ്പ് കാണാനുണ്ട് അല്ലേ? ഉപയോഗിക്കാതിരുന്ന മൊത്തം ആലമ്പായി കിടക്കുവാണ്. ഇതിനകത്ത് റിലേറ്റഡ് ചെയ്ത ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് ഒരു കോമൺ ബാത്റൂം. ഓക്കെ. പിന്നെ സൈഡ് തുണി അലക്കി വിരിക്കാനൊക്കെ ആയിട്ട് ഒരു വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാം. ഷീറ്റ് എടുത്തിരിക്കുന്നതാണ്. പിന്നെ കിച്ചൺ കബോർഡ് വർക്ക്. മാസ്റ്റർ ബെഡ്റൂം ഒന്നാണ്. കുട്ടിയോട് കൂടിയായിരുന്നു അവര് താമസിച്ചോണ്ടിരുന്നപ്പെട്ടാണ് 2 ഓക്കെ. ബാത്റൂം അല്ലേ? ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ. ഓക്കെ. നമുക്ക് മുകളിലേക്ക് പോയാലാണോ? മോളിലാണ് ബാക്കി 3 ബെഡ്റൂമും വരുന്നത് അല്ലേ? 3 ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ശരിയാണോ? 3 ബെഡ്റൂമിന് 2 ബെഡ്റൂമിനാ ബാൽക്കണി ഉള്ളൂ. 2 ബെഡ്റൂം. ക്യാമറ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് പറഞ്ഞ ഇതിന് ഈ ബെഡ്റൂമിന് ബാത്റൂം ഇല്ല അല്ലേ? ഇതിന് ബാത്റൂം ഇല്ല. അതിന് പകരം സെൻട്രൽ ഒരു കോമൺ ബാത്റൂം ആയിട്ടുണ്ട്. ഇതില് പിന്നെ ബാക്കി 2 ബാത്റൂം ഉണ്ട്. ഓക്കെ. ഇതൊരു കോമൺ ബാത്റൂം ആയിട്ട്. ഓക്കെ. ഇതിന് ബാൽക്കണി ഉള്ളതാണ്. ഇത് ഒറിജിനൽ ആയിട്ട് എങ്ങനെ കിടക്കണമെന്ന് അറിയാനാണോ മറ്റേ വീഡിയോ എടുക്കാൻ വരണമെന്ന് അറിഞ്ഞിട്ടും ഒന്നും അടുക്കി പറക്കി വെക്കായിരുന്നേ? ഇത് ഇങ്ങനെ തന്നെ കിടക്കണേ. നമ്മക്കൊണ്ട് ഇതെല്ലാം എടുത്തോണ്ട് പോയി മാറ്റി ശരിയാക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഈ 2 വീക്ക് കൂടി 1-2 ദിവസം വന്ന താമസം മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയൊക്കെ ഇങ്ങനെയല്ല. അപ്പൊ ഇത് മുകളിലത്തെ ഇനി 3ാമത്തെ പറഞ്ഞത് അല്ലേ? കോമൺ ബാത്റൂം. ഇത് അവള് കൊച്ചു താമസിക്കാനാണ്. അപ്പൊ അതിന്റേതായ കോലാഹലങ്ങളൊക്കെ. ഓക്കെ. അവളുടേതായ കരവിരുത്തൊക്കെയാണ്. ഇത് ബാൽക്കണിന്നും പറയാൻ വേണമെങ്കിൽ 3 പക്ഷെ ഇത് ഉപയോഗിക്കണം അലക്കിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന്റെ പൊക്കത്തായിട്ടുണ്ട് നമുക്ക് സോളാർ സെറ്റ് ചെയ്ത്. ഈ വീടിന് ഇനിയിപ്പോ അറിയേണ്ടത് എന്ത് വിലക്കാണെങ്കിൽ കൊടുക്കും എന്നുള്ളതാണ്. നമുക്ക് 2 രീതിയിലായിട്ട് നോക്കാം. കാര്യം ഫർണിച്ചർ അടക്കമാണെങ്കിൽ ഫർണിച്ചർ അടക്കം, ഇതിപ്പോ ഇൻക്ലൂഡിംഗ് എല്ലാം തേക്കിന്റെ ഈട്ടിയുടെ എല്ലാം കോസ്റ്റ്ലി സാധനങ്ങളാണ് വാങ്ങിച്ചത്. എല്ലാം 3 മുറിയും AC ആണ്. 3 മുറി AC ആണ്. ഒരു റൂം ഒഴികെ ബാക്കി 3 ബെഡ്റൂം. 4 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. എന്ത് വിലഭാഗം പറയും? ഇപ്പൊ പറഞ്ഞു വെച്ചേക്കണ ഒരു 65 ആണ് അവര് പറഞ്ഞു വെച്ചേക്കണേ. 65 ലക്ഷമാണ്. 65 ലക്ഷത്തിൽ എന്തെങ്കിലും കുറയോ എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും അടുത്ത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് സംസാരിച്ച് ചെറിയ തോതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി ചെയ്യാം. അപ്പോ 1720 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി പണി തീർത്തിരിക്കുന്ന ഈ വീടിന് 5 സെന്റ് സ്ഥലമാണ് ഈ വീട് പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന വില 65 ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളുമാണ്. കൂടാതെ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്നും തൊട്ടടുത്ത് കാണുന്ന തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളതാണ്.
അതായത് നാഗരികതയുടെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമീണ തനിമ ഒട്ടും കൈവിടാതെ നിർമ്മിച്ചിരിക്കുന്ന 5 വർഷം മാത്രം പഴക്കമുള്ള ഈ വീട് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടാത്ത പക്ഷം വാട്സപ്പ് ചെയ്യുവാനും മറക്കരുത്. അപ്പോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.